അതാണ് വെച്ചാൽ നമുക്ക് ഹോപ്പ്ലെസ് ആയിട്ട് പോയിട്ടുള്ളതല്ല. പക്ഷേ എപ്പോഴും നമ്മൾ അറിയേണ്ടത് അതിൻ്റെ ഏത് കണ്ടൻറ്റാണ് വർക്ക് ചെയ്യണമെന്ന് അറിയണം. ഉടമ്പടിയിലെ ഏത് കണ്ടൻറ്റാണ് വളരെ മോശം അലാം കണ്ടീഷനിലുള്ള ജീവിത വിഷയങ്ങളെ ടേക്കപ്പ് ചെയ്യുന്നത്, അതിൻ്റെ വിശദീകരണവും അതിൻ്റെ ആധ്യാത്മിക സാക്ഷരതയുമൊക്കെയാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രമേയമായി വരണത്. അല്ലാതെ ഇത് ധ്യാന ഒരു കൺവെൻഷൻ്റെ ടോക്കുകൾ പോലെ അല്ല. ഇത് ഒരു ധ്യാനത്തിൻ്റെ പ്രസംഗങ്ങൾ പോലും അല്ല. ഇത് വളരെ ശാന്തമായി ആൾക്കാർക്ക് അവർ ചെയ്ത് പരീക്ഷിച്ച് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഉടമ്പടി ധ്യാനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വലിയ ഒറേഷൻസും അല്ല, ഒന്നുമല്ല, ശ്രമണമെന്നില്ല. ഇതൊരു ഇയർ ടു മൗത്ത് പെഡഗോജിയാണ്. മനുഷ്യനോട് ഡയറക്റ്റ് അവൻ്റെ മുഖദാവിലെ വർത്തമാനം പറയണ പോലെ ഒരു കൊളോക്കിയലായിട്ടുള്ള വർത്തമാന രീതിയിലുള്ള സുവിശേഷ കൈമാറ്റമാണ്. അതാണിത് ഒരു വലിയ പ്രസംഗമായി മാറാത്തത്. ഇപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പുതുതായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഉടമ്പടിയെ ഫലപ്രദമായി ദൈവം നിങ്ങളെ വിശ്വസിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കണ്ടൻ്റാണ്. ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാ പ്രാർത്ഥനകളുടെയും കണ്ടൻറ്റ് ദൈവത്തെ നമ്മെ വിശ്വസിക്കണതല്ലേ. പക്ഷെ ഉടമ്പടിയിൽ അങ്ങനെയല്ല, നേരെ റിവേഴ്സ് ഗിയറിലാണ് ഇത് വർക്ക് ചെയ്യണത്. ദൈവം നമ്മളെ വിശ്വസിക്കണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ എല്ലാവരും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ അവലംബിച്ചിട്ടും അവരുടെ ജീവിത മാർഗത്തിൻ്റെ ഒരു മേൽഗതിക്ക് വേണ്ടിയും ഡെലിവറൻസിന് വേണ്ടിയും ആധ്യാത്മിക പദ്ധതികളെ അവർ അവലംബിച്ചിട്ടും ചില ആൾക്കാർ പ്രാരംഭത്തിൽ തന്നെ തോറ്റുപോയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഒരു ഗതിയും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം ദൈവം ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ അച്ഛൻ എപ്പോഴും പറയും ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നമ്മളൊരു കക്ഷി മാത്രമാണ് അതിൻ്റെ അകത്ത്, ദൈവമാണ് അതിൻ്റെ അതർ കക്ഷി എന്ന് പറയുന്നത്. പ്രാർത്ഥനയും നമ്മൾ മാത്രമേ ഉള്ളൂ, ദൈവമായിട്ട് എഗ്രിമെൻ്റ് ഒന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടെങ്കിൽ കേട്ട്, കേട്ടില്ലേ കേട്ടില്ല. അതിൻ്റെ അകത്ത് വേസ്റ്റേജ് ഭയങ്കരമാണ്. പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ഇത്രയും നാൾ ആധ്യാത്മികമായ മേഖലയെ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, പ്രാർത്ഥനയിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം വേസ്റ്റേജ് കൂടുതലാണ്. ഒരു 50 പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ 1 or 2 ഒക്കെ കേൾക്കും. അതിൻ്റെ കാരണം നമ്മളാണ് സോഴ്സ്. നമ്മളിങ്ങനെ പ്രെയർ ഓപ്പറേറ്റർമാരാണ്. ഇപ്പോൾ ഈ ടൂർ ഓപ്പറേറ്റർമാരെന്ന് പറയണ പോലെയുള്ള ഗതികേടാണിത്. പ്രെയർ ഓപ്പറേറ്റർമാർ നമ്മളിങ്ങനെ പ്രെയർ ഓപ്പറേറ്റ് ചെയ്ത് വിടും. പക്ഷെ പല കാര്യങ്ങൾക്കും യാതൊരുവിധ തീരുമാനവും ഇല്ലാതെ തിരിച്ചു വരും. അതിൻ്റെ ഒരു കാരണം ദൈവം ഇതിനകത്ത് കക്ഷിയല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ആധ്യാത്മിക പദ്ധതി ദൈവം കക്ഷിയല്ല. നിങ്ങൾ ഏകപക്ഷീയമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ സങ്കല്പത്തിൽ ഓരോ വിഷയങ്ങൾ പ്രാർത്ഥനയുടെ ഫോർമാറ്റിൽ നിങ്ങൾ സെൻഡ് ചെയ്യണതാണ്. ഒരു വിഷയത്തെ പ്രെയർ ഫോർമാറ്റ് ആക്കിയിട്ട് സെൻഡ് ചെയ്യും. കമ്പനിയെക്കുറിച്ച് അറിയത്തില്ല, അവിടെയുള്ള പ്രൊവിഷൻസ് അറിയത്തില്ല, അതിൻ്റെ യോഗ്യത അറിയത്തില്ല. അത് നിങ്ങൾക്ക് അത് മുന്നോട്ട് പോകാനുള്ള സ്വാധീനമോ അത് നിങ്ങളുടെ അപേക്ഷ ഇടിപ്പിക്കാനോ ഉള്ള യാതൊരുവിധ സ്വാധീനവും ഇല്ല. അതുകൊണ്ടാണ് ഈ പ്രെയറെല്ലാം തിരിച്ചടിക്കണത്. 50 പ്രാർത്ഥന സെൻഡ് ചെയ്യുമ്പോൾ 1 or 2 ബൈ ചാൻസിൽ ഈ പ്രെയറിൽ ബൈ ചാൻസ് കൂടുതലാണ്, പിന്നെ വേസ്റ്റേജും കൂടുതലാണ്. ഇത് മിനിമൈസ് ചെയ്ത് എന്തുമാത്രം മിനിമൈസ് ചെയ്യാൻ പറ്റും, പ്രെയറിൽ വരുന്ന വേസ്റ്റേജും ബൈ ചാൻസും എന്തുമാത്രം മിനിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു ബൈബിൾ പരിശോധനയിലാണ് കവനൻ്റ് ഫോർമുല വരണത്. ദൈവത്തെ കൂടി ഇതിൽ കക്ഷിയാക്കണം.
കാര്യം ഇത് നമ്മളാരും കണ്ടുപിടിച്ചതല്ല, ദൈവം തന്നെ വിഭാവന ചെയ്ത, വേസ്റ്റേജ് അധികമില്ലാത്ത, പ്രസരണ നഷ്ടമില്ലാത്ത ഒരു പാക്കേജാണ് കവനൻറ്റ്. കവനൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ബയലാറ്ററലാണ്, എഗ്രിമെൻ്റാണ്, വ്യക്തികൾ തമ്മിലുള്ള ഒരു ഉഭയകക്ഷി സമ്മതമാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് സമ്മതം ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ പടി ജീവിച്ചോളാമെന്നും അവൻ പറയണത് പോലെ ചെയ്തു കൊള്ളാവുന്നതാണ്. അപ്പോൾ അവൻ പറയണ പോലെ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞാലും ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉടമ്പടി ചെയ്താലും ഒരു 1-2 പുതുക്കൽ കഴിഞ്ഞാൽ മാത്രമേ ദൈവം ഈ അപേക്ഷ തന്നെ എടുക്കത്തുള്ളൂ. കാര്യം ഇവർ ഹാഫ് മൈൻഡായിട്ടാണ് പലതും ആൾക്കാർ പറയണത്. ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച് ചിലപ്പോൾ ഇവിടുന്ന് അവിടെ ഉറക്കമായിരിക്കും മുകളിൽ ക്ലാസ്സിൻ്റെ സമയത്ത്. എന്നിട്ട് ഇവിടെ എന്താണെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിച്ചൊക്കെ എഴുതി വെക്കും. അപ്പോൾ അത് തന്നെ അവിടെ തന്നെ ഇത് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഇത് അബോർട്ടാവും. കാര്യം ഇതിൻ്റെ അകത്ത് ഈ വ്യക്തിയുടെ കൺസെൻ്റ് ഇല്ല. വ്യക്തി എന്തോ കേട്ടിട്ട് ആപ്പടെ ആവശ്യം നടക്കാനുള്ള ആക്രാന്തം മാത്രമേ ഉള്ളൂ. ആവശ്യം നടക്കാനുള്ള ആക്രാന്തമല്ലാതെ ഈ വ്യക്തിയുടെ ഈ കൺകറൻസ് ഇല്ല വ്യക്തിക്ക്. അതാണ് ഈ പുതുക്കുമ്പോൾ തന്നെയും ചില ആൾക്കാർ വെറുതെ വന്നിങ്ങനെ പുതുക്കിക്കൊണ്ട് അതും ഇതും പറഞ്ഞ് പുതുക്കിപ്പോയി. അങ്ങനെ വർക്കിയാൽ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നിങ്ങളുടെ ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ, അതൊരു വിഷയമാണ്. ഇനി നിങ്ങൾ ഉടമ്പടി ചില ആൾക്കാർ ഉടമ്പടി ചെയ്യാമെന്ന് മൈൻഡിൽ ഇങ്ങനെ ഓർക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉടമ്പടി കൺകറൻ്റായിട്ട് നമ്മളുടെ ബ്ലെസ്സിങ്സ് വരാൻ തുടങ്ങും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു രീതി എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഫ്യൂച്ചർ, ഇപ്പം ഞാനൊക്കെ യൂറോപ്പിൽ കുറേ, ഇപ്പം അമേരിക്കയിൽ 3-4 ധ്യാനം നടത്തി, ഇംഗ്ലണ്ടിലും കുറേ ധ്യാനം നടത്തി, 1-2 ധ്യാനം നടത്തി. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ മെയ് മാസം ആകുമ്പോൾ ആസ്ട്രേലിയ ധ്യാനമുണ്ട്. ഞാൻ ഇവിടെയൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ധ്യാനം ബുക്ക് ചെയ്യണത് ചിലപ്പോൾ ഒരു 6 മാസം മുമ്പോ 1 കൊല്ലം മുമ്പൊക്കെ ആയിരിക്കും ധ്യാനം ബുക്ക് ചെയ്യണത് വരെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഗൂഗിളിൽ ഞാൻ അവിടെ ചെന്ന് ലാൻഡ് ചെയ്യണ സമയത്തും ആ ധ്യാനം ആ രാജ്യത്ത് നടക്കുന്ന സമയത്തുള്ള ക്ലൈമറ്റ് ചെക്ക് ചെയ്യും. ചില സമയത്ത് അവിടെ പ്ലീസിങ് ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പോൾ ഗൂഗിൾ നമ്മളോട് ഈ ക്ലൈമറ്റ് ഫോർകാസ്റ്റ് ചെയ്യുമല്ലോ, ഇന്ന വരണ സമയത്ത് അടുത്ത മെയ് മാസത്തിലോ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും, ഇപ്പോൾ ഞാൻ ജൂലൈയിലോ മറ്റാണ് ഇംഗ്ലണ്ടിൽ പോണത്, സ്കോട്ട്ലൻഡിൽ പോണത്. അപ്പം അതിൻ്റെ ക്ലൈമറ്റ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ അതനുസരിച്ച് നമ്മൾ ഉടുപ്പ് സെറ്റ് ചെയ്യും, എല്ലാ കാര്യങ്ങളും. ഈവൻ മെഡിസിൻ ഉണ്ടെങ്കിൽ മെഡിസിൻ വരെ സെറ്റ് ചെയ്യും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എപ്പോഴും ദൈവത്തിന് ഇതൊരു പ്രശ്നമാണ്. ദൈവത്തിന് ഞാനാണെങ്കിൽ നോക്കിയെടുക്കണം ഇത്, നമ്മളാണെങ്കിൽ അവിടുത്തെ ആ സമയത്തുള്ള അവിടുത്തെ സിറ്റുവേഷൻസ് എല്ലാം നോക്കിയെടുക്കണം. ദൈവത്തിന് ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുഴപ്പമാണ്, നോക്കിയെടുക്കേണ്ട കാര്യമില്ല. പലരും ഈ ഉടമ്പടി മേടിച്ച് ഇരുട്ടത്ത് അടി മേടിക്കേണ്ട കാര്യം ഇതാണ്. ദൈവത്തിന് നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കിയെടുക്കേണ്ട കാര്യമില്ല, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം സർവേലൻസിൽ കിടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഈ ജോലി കിട്ടിയാൽ നിങ്ങൾ ആരായിരിക്കും എന്നുള്ളത് ദൈവത്തിന് അറിയാം. അതാണ് പ്രശ്നം. അന്ന് നിങ്ങളുടെ സ്പിരിച്വൽ ക്ലൈമറ്റ് എന്തായിരിക്കും? ഈ ഇഡിയറ്റ്സ് എല്ലാം അടിമേടിക്കുന്നത് ആ ഒറ്റ കാര്യത്തിലാണ്. ഇവർ ഇപ്പോഴത്തെ ഒരു ഇതിൽ കയറി ഉടമ്പടി ചെയ്യും. പക്ഷേ നിങ്ങൾ ഈ കല്യാണം കഴിച്ചാൽ അന്നത്തെ നിങ്ങളുടെ സ്പിരിച്വൽ ക്ലൈമറ്റ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾ അബോർഷൻ ചെയ്യുമോ, നിങ്ങളിനി കെട്ടിയവനെ ഉപേക്ഷിക്കുമോ, ഇതെല്ലാം സർവേലൻസിലുണ്ട്. അത് കാരണം നിങ്ങളുടെ ഒരു പണി വളരെ ശ്രദ്ധിച്ച്, ഈ ഭാവിയുടെ വിശുദ്ധീകരണം ഒരു ഭയങ്കര വളരെ സീരിയസ് ആയിട്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെപ്പോഴും കുമ്പസാരിക്കണത് ഇന്നലെ, ഇപ്പോൾ വിശുദ്ധവാരം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ആൾക്കാർ കുമ്പസാരിക്കണത് എന്താ? കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള വാക്കിലോ പ്രവൃത്തിയിലോ വിചാരങ്ങളിലോ ഉള്ള നമുക്ക് വന്നിട്ടുള്ള കൾപ്രിറ്റ്, നമുക്ക് വന്നിട്ടുള്ള ഒരു പാപം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ റെഫർ ചെയ്യണത്.
ഇത് പക്ഷെ ഉടമ്പടി വരുമ്പോഴുള്ള പ്രശ്നം, ഉടമ്പടി നിങ്ങളൊരു ബൈമാറ്റർ എഗ്രിമെൻ്റ് അല്ലേ. ഇത് ഇവിടെ 90 ദിവസം എന്ന് പറയണമെങ്കിലും ദൈവമായിട്ട് നമുക്കൊരിക്കലും 90 ദിവസത്തെ ഉടമ്പടി സാധ്യമല്ല. നമുക്കൊരു ടൈം ഫിക്സ് ചെയ്ത് നമ്മുടെ ടൈമിൻ്റെ ബൗണ്ടറി ആയത് കാരണം ടൈമിന് വേണ്ടി നമുക്കൊരു ടൈം ഫിക്സ് ചെയ്യാം. പക്ഷേ ഇഫക്റ്റിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഒരു 90 ദിവസത്തെ ഉടമ്പടി സാധ്യമല്ല. എന്താ കാര്യം? ദൈവം നിത്യനിതാന്തമായി ഉള്ള ഒരാളായ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും എന്ന് പറയുന്നത്. ടൈം ബൗണ്ടറിയുടെ അഡ്രസ്സ് ചെയ്താണ് അത് പറയണത്. ആ ടൈം ബൗണ്ടറിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷെ നമ്മൾ അവിശ്വസ്തരായിരുന്നാലുണ്ടോ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ദൈവം ഉപയോഗിക്കുന്ന ചെമ്പ് കമ്പിയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന അലൂമിനിയം കമ്പിയാണെങ്കിൽ അതാണ് വിഷയം. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണെന്ന് ബൈബിളുണ്ട് അല്ലേ. ഇപ്പം ചില ആൾക്കാർ അതുകൊണ്ട് നമ്മൾ അവിശ്വസ്തരായിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല, ദൈവം വിശ്വസ്തനാണല്ലോ അത് മതിയല്ല എന്ന് പറയും. പക്ഷേ അത് മതിയല്ല, ദൈവം വിശ്വസ്തനായിരിക്കും. ദൈവം ഉപയോഗിക്കുന്നത് കറണ്ട് പാസ് ചെയ്യാൻ ചെമ്പ് കമ്പിയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അലൂമിനിയം ആണെങ്കിൽ എന്ത് പറ്റും? പ്രസരണ നഷ്ടം. ദൈവം 100 വോൾട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് 50 വോൾട്ട് കിട്ടത്തുള്ളൂ. അതാണ് വിഷയം. ബുദ്ധിയുള്ളവരത് മനസ്സിലാക്കില്ല. ദൈവം 100 വോൾട്ട് ഇഷ്യൂ ചെയ്യും ചെമ്പ് കമ്പിയിൽ, നമ്മൾ അലൂമിനിയം കമ്പിയാണെങ്കിൽ നമ്മൾ അവിശ്വസ്തരാണെങ്കിൽ നമ്മളുടെ 50 വോൾട്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. എന്ത് ഇഷ്യൂ ചെയ്യുന്നതെന്നല്ല പ്രശ്നം, നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു എന്നാണ് പ്രശ്നം. അതുകൊണ്ട് ഈ ഉടമ്പടിയിൽ ഈ വചനം വർക്കൗട്ട് ചെയ്യും, പക്ഷെ ഉടമ്പടിയുടെ പ്രയോജനം ചെയ്യത്തില്ല. നോക്കിയാൽ വചനം നോക്കിയേ, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ്. 2 തിമോത്തിയോസ് 2:13. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. നമ്മളിത്തിരി ഉഴപ്പിയാലും കുഴപ്പമില്ലല്ലോ. പക്ഷെ നമ്മൾ കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം 100 സെൻറ്റ് ചെയ്യണമെന്നാണ് പറയണത്. 100 വോൾട്ടേജ് സെൻറ്റ് ചെയ്താൽ നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം ചെമ്പ് കമ്പിയിൽ കൂടി വിടുന്ന വോൾട്ടേജ് നമ്മൾ അത് ഫീസ് ചെയ്യണത് അലൂമിനിയം കമ്പിയിലൂടെ ആണെങ്കിൽ നമുക്കതിൻ്റെ തീവ്രത കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ അവിശ്വസ്തത റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്താണ്, നമ്മളും വിശ്വസ്തരാകാൻ വേണ്ടി പരിശ്രമിക്കണം. ദൈവതിരുസന്നിധി പരിശ്രമത്തിനും കണക്ക് എഴുതണ പോലെയാണത്. അതിൻ്റെ ഉത്തരത്തിനും പരിശ്രമത്തിനും വഴികൾക്കും ഒരേ മാർക്കാണ്. മറ്റ് ഹിസ്റ്ററി എഴുതണ പോലെ അല്ല കണക്ക് എഴുതണത്. കണക്ക് നിങ്ങൾ ചെയ്ത് വരുന്ന ആ സ്റ്റെപ്സുകളെല്ലാം കറക്റ്റാണെങ്കിൽ അതിനെല്ലാം മാർക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ വിശ്വസ്തരാകാൻ നടക്കുന്ന പരിശ്രമങ്ങൾക്കെല്ലാം മാർക്കുണ്ട്. നമ്മൾ വിശ്വസ്തരാകാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ അങ്ങയെപ്പോലെ ഞങ്ങൾ എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സങ്കീർത്തനം 139:16 പറയണത് നമ്മുടെ ഫ്യൂച്ചറായിട്ടുള്ള ഭാവി ജീവിതം അണ്ടർ സർവൈലൻസാണ്, നിരീക്ഷണത്തിലാണെന്ന്. ഇത് വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഉടമ്പടി ഒരു വ്യക്തിയുമായിട്ടല്ലേ. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവൻ്റെ വർത്തമാനത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമ്മളതാണ് 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണം എന്നൊക്കെ പറയണത്. അത് അഡ്രസ്സ് ചെയ്യണത്, വിശുദ്ധീകരണ നടപടി അഡ്രസ്സ് ചെയ്യണത് നമ്മുടെ പാസ്റ്റ് ടെൻസിലാണ് അഡ്രസ്സ് ചെയ്യണത്, ഫ്യൂച്ചർ ടെൻസിലല്ല. ഫ്യൂച്ചർ ടെൻസിൽ സെക്യൂർ ചെയ്തില്ലെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കൊല്ലം നമ്മൾ ദൈവത്തിനെതിരെ മറുത്ത് പിഴച്ച് ജീവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു ഭാവിയിൽ അവിശുദ്ധമായി ജീവിക്കാൻ പോകുന്ന വ്യക്തിയുമായിട്ട് ദൈവം എന്തിനാണ് ഉടമ്പടി ചെയ്യണത്? നടക്കത്തില്ല.
കാര്യം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത് ഉടമ്പടിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് കൂടി ഉത്തരവാദിത്തമുണ്ട് ഇതിൻ്റെ അകത്ത്. അതാണ് വിഷയം. ഉടമ്പടി എന്ന് വെച്ചാൽ ആളെ ഉൾപ്പെടെയാണ് എടുക്കുന്നത്. അതാണ് എപ്പോഴും മനസ്സിൽ. നിങ്ങളുടെ വിഷയം മാത്രമല്ല. പ്രാർത്ഥനയ്ക്കുള്ള കുഴപ്പമില്ല. പ്രാർത്ഥനയ്ക്ക് ആ വിഷയം മാത്രമേ ടേക്കപ്പ് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കത്തില്ല. ഉടമ്പടി അങ്ങനെ ബൈ പേഴ്സണാണ്. ആളെ ഉൾപ്പെടെയാണ് ഉടമ്പടി പാക്കേജിലുള്ളത്. ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയത്തില്ലേ, അതുപോലെ ഉടമ്പടിയുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇത് പേഴ്സൺ ഉൾപ്പെടെയാണ്. പേഴ്സൻ്റെ വിഷയം മാത്രമല്ല. പ്രാർത്ഥനയിൽ അയാളുടെ വിഷയം മാത്രമാണ് ഉൾപ്പെടാറ്. ഉടമ്പടിയിൽ ബൈ പേഴ്സണാണ്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറയുന്നത് പ്രസൻസ് എക്സ്ട്രായാണ് അതിൻ്റെ അകത്ത്. ഉടമ്പടിയിലെ ഗ്യാരണ്ടിയുടെ പ്രധാനമായിട്ട് ഞാൻ ഇത്രയും നാളത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്ത് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു സത്യം, മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഉടമ്പടിക്കുള്ള ഒരു ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് പ്രസൻസാണ്. പ്രസൻസ് എന്നുവെച്ചാൽ സാന്നിധ്യം. ഉടമ്പടി എടുക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ മാതാവിൻ്റെ തനത് സാന്നിധ്യമുണ്ട്. ചിലർക്ക് വെളിവാകും, ചിലർക്ക് വെളിവാകത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ആർക്കാണ് വെളിവാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളിവായേ പറ്റൂ എന്നുള്ള ആൾക്കാർക്ക് വെളിവാകും. കാര്യം അവർ ചിലപ്പോൾ സീറോ ഫെയ്ത്തുകാരായിരിക്കും, ചിലപ്പോൾ തുടക്കക്കാരായിരിക്കും, ചിലപ്പോൾ ചിലർ ഭയങ്കരമായി മച്ചർ പോയിൻ്റിലായിരിക്കും. ഭയങ്കരമായ രീതിയിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ഇന്ന് വരെ ദൈവത്തിനെ കണ്ടിട്ടില്ല. ദൈവത്തുമായിട്ടൊരു ഒരു 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 ദൃശ്യമോ ശ്രാവ്യമോ സ്പർശ്യമോ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സത്യസന്ധരായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്കും ഇതുപോലെ ദൈവത്തിൻ്റെ പ്രസൻസ് സാന്നിധ്യം ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ ഉടമ്പടിയിൽ ഇത്രയും നാൾ കണ്ടിരിക്കുന്ന സാന്നിധ്യങ്ങളെന്ന് പറയണത് മാതാവിൻ്റെ സുഗന്ധാഭിഷേകമുണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പറയും, ലക്ഷക്കണക്കിന് മനുഷ്യർ അതിനെക്കുറിച്ച് പറയും. ഉടമ്പടി എടുക്കുന്ന വ്യക്തികളിലെ ഈ സുഗന്ധാഭിഷേകം, അതുപോലെ തന്നെ ഉടമ്പടിയിലുള്ളതാണ് ഈ മഴവില്ല്. മഴവില്ല് വളരെ സത്യസന്ധരായ മനുഷ്യരെടുത്തിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് അവർക്ക് സംശയമുണ്ട്. കർത്താവേ, എൻ്റെ വഴി ശരിയാണോ? ഞാനീ എടുക്കുന്ന തീരുമാനം കറക്റ്റാണോ? എനിക്കൊരു പിടിയുമില്ലല്ലോ, എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ ഈ മഴവില്ല് വീശി നിൽക്കും. അപ്പോൾ പറയും ഈ മുന്നോട്ട് പോകാൻ പറയും. നീ മുന്നോട്ട് പോകാൻ, എൻ്റെ അർത്ഥം മുന്നോട്ട് പോകാനാണ്. അത് പ്രസൻസാണ് അതിൻ്റെ അടുത്ത് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അച്ഛനെന്നും പറഞ്ഞൊരു മോള് ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു. ആ ചേച്ചിൻ്റെ പ്രശ്നം വെച്ചാൽ അവരുടെ അടുത്ത് ആരോ ഈ കൃപാസനം പത്രം കൊടുത്തു. അപ്പോൾ ഇവർ കൃപാസനം പത്രം കണ്ടപ്പോൾ തന്നെ അവർ വായിച്ചു പോലും നോക്കാതെ അത് ചുരുട്ടിക്കുടിച്ച് വലിച്ചെറിഞ്ഞ്. അത് കഴിഞ്ഞാൽ അവർ പറയണത് ഞങ്ങൾക്ക് ദേശദേവി ഉള്ളതാണ്. അപ്പോൾ ദേശദേവിയായിട്ടാണ് ഞാനെല്ലാ വിഷയങ്ങളെ പ്രാർത്ഥിക്കണത്. അപ്പം എനിക്ക് പുതിയ വിശ്വാസം സ്വീകരിക്കാൻ പാടാണ് എന്ന് പറഞ്ഞ് അവർ കൃപാസനം പത്രം വലിച്ചെറിഞ്ഞ് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു പ്രശ്നമുണ്ടായി. ഈ പത്രം വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായതല്ല, നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രശ്നം അത് മുറിച്ചിച്ച്. അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഇറിഗേഷൻ്റെ അവരുടെ വരമ്പ് സെറ്റ് ചെയ്തപ്പോൾ ഈ രാധിക രാജൻ്റെ അവരുടെ സെപ്റ്റി ടാങ്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പറമ്പിൽ കിടക്കുക. അവർ പറഞ്ഞ് അത് പൊളിച്ചു മാറുമെന്ന് പറഞ്ഞ്, അതിൽ ഞങ്ങൾ പോലീസ് നടപടി എടുക്കും. അപ്പോൾ രാധികയ്ക്ക് ഭയങ്കര വേഷം. കാര്യം ഇവർക്ക് സെൻറ്റ് 4 സെൻറ്റേ ഉള്ളു. ഇതിലെല്ലാം കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇത് പൊളിച്ചാലും മാറ്റി വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇവർ വല്ലാത്തൊരു പ്രശ്നത്തിലായി. എന്നൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഓരോരുത്തർക്കും അത് വലിയ കാര്യമാണ്. അനുഭവിക്കുന്നവർക്ക് അത് വലിയ കാര്യമാണ്. കേൾക്കുന്നവർക്ക് അത്രയും പ്രശ്നമൊന്നുമില്ല. 10-40 ഏക്കറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് എന്നാ പ്രശ്നം? അതല്ല, ആ 4 സെൻറ്റുകാർക്ക് അത് പ്രശ്നമാണ്. അത് ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലെ ഇങ്ങനെ ശ്വാസം മുട്ടിയിരിക്കുന്ന സമയത്ത് ഇവരുടെ കൂട്ടുകാരത്ത് ചോദിച്ച്, നിനക്കൊരു ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇടാൻ പാടില്ലെന്ന് ചോദിച്ചു. അതെന്നാണെന്ന് ചോദിച്ചു. അതിങ്ങനെ കൃപാസനം മാതാവിൻ്റെ അടുത്ത് നമ്മുടെ അപേക്ഷകൾ
അവിടെ ചെല്ലാൻ പറ്റാത്തവർക്ക് പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങൾ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളിടുന്ന ഗൂഗിൾ വഴി ഇടുന്ന ഒരു അപേക്ഷ ഫോമാണ്. അപ്പം അത് ഞങ്ങളത് കോവിഡ് കാലത്ത് അമ്മ പറഞ്ഞതാണ്. കോവിഡ് വന്നപ്പോൾ ആൾക്കാർക്ക് ഒന്നും വരാൻ പറ്റാത്ത കണ്ടീഷൻസ് അമ്മയെ കാണാൻ പറ്റപ്പോൾ ആൾക്കാരത് കമൻറ്റ് ചെയ്ത് അമ്മയെ കാണാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഇവിടെയൊക്കെ ആൾക്കാർ വരുമായിരുന്നു, ഇത് നോക്കി ഇന്ന് നിലവിളിച്ചിട്ട് പോകുമായിരുന്നു. ഈ 2019 ഇവിടെ വന്ന് നോക്കി. എന്നിട്ട് കുറേ കാശൊക്കെ ആൾക്കാർ വലിച്ചും കൊണ്ടിടും. ഇപ്പം ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ കുറേ കാശ് പലരും കൊണ്ടുവന്നിട്ടിരിക്കണ കാണാം. ഒരു കെട്ട് 25,000 രൂപയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്നിവിടെ കുറേ സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവർക്കൊന്നും ശമ്പളം കൊടുക്കാൻ ഇല്ലായിരുന്നു. പക്ഷെ അത് ആൾക്കാരെ മീറ്റ് ചെയ്ത് പോകുമായിരുന്നു. പിന്നെ തൃശ്ശൂരിൽ നിന്നൊക്കെ പത്രം മേടിക്കാൻ വേണ്ടി മാത്രം കാറ് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഗേറ്റിങ്ങിൽ നിന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അനുഭവമുള്ളവർക്ക്, ആത്മാർത്ഥമുള്ളവർക്ക് ഭയങ്കര അമ്മ അവിടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ രാധികാരാധൻ്റെ പ്രശ്നമെന്ന് പറയണത് ഇവരുടെ ജീവിതത്തിൽ ഇവരിങ്ങനെ പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടുകാരത്തി പറഞ്ഞ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് കുറച്ച് ഈ രാധികാരാജനാണെങ്കിലും കുറച്ച് വിദ്യാഭ്യാസം ഉള്ള ആളാണ്, കാര്യങ്ങളൊക്കെ അറിയാം. അവർ ഗൂഗിൾ എടുത്ത് വെച്ചിട്ട് ഡേറ്റക്കാരൻ്റെ റിക്വസ്റ്റ് ഇട്ട് അവർ പറയും, അമ്മേ ഞാൻ പെട്ട് നിൽക്കുകയാണ്, അമ്മ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. അവർക്ക് അറിയത്തില്ലല്ലോ ഞാൻ ഈ ലൈറ്റക്കാരൻ്റെ റിക്വസ്റ്റാണ് ഇടുന്നത്. അമ്മ എന്നെ സഹായിച്ചാൽ ഞാൻ അവിടെ വന്ന് തീർത്ഥാടനം ഉടമ്പടി ചെയ്തോളാം, അതാണ് അവിടെ നേർച്ച. അതാണ് അമ്മ എന്നെ സഹായിച്ചാൽ. രാധികരാജൻ പറഞ്ഞതേ, ഞാൻ ഇത്രയും ചക്രശ്വാസം വരച്ച് വിഷമിച്ചിരിക്കുന്ന രാത്രി അമ്മ വന്ന് എന്നെ തോണ്ടി വിളിച്ച് എന്നിട്ട് പറഞ്ഞു, നീ പോയി പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കാണണം. അപ്പോൾ രാവിലെ ഞാൻ ഇരുന്നപ്പോൾ എനിക്കൊരു പ്രത്യേക എനർജിയാണ്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ്, രാത്രി അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മ എന്നോട് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇടി നീ എന്ത് പൊട്ടിയാ, നമ്മൾ എത്രയോ പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കണ്ടതാ, ഇതൊന്നും നടക്കത്തില്ല, അവർ നാളെ അളക്കാൻ വരുമെന്ന് പറഞ്ഞ്. എന്നാലും അപ്പം അങ്ങനെയല്ല, എന്നോട് അമ്മ നേരിട്ട് പറഞ്ഞതാണ്. എത്ര പ്രാവശ്യം പോയി പരാജയപ്പെട്ട കേസായാലും കുഴപ്പമില്ല, ഇപ്പം അമ്മ പറഞ്ഞിട്ടല്ലേ നമ്മൾ പണ്ട് നമ്മൾ സ്വന്തമായിട്ട് പോയതല്ലേ, ഇപ്പം അമ്മ പറഞ്ഞിട്ടല്ലേ നമ്മൾ പോണത് എന്ന് പറഞ്ഞ് ഭർത്താവും ഭാര്യയും കൂടി ഈ രാത്രി അമ്മയുടെ വിളി കേട്ടിട്ട് ഇവർ രണ്ടും കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുന്നു. സാറേ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ വിഷയത്തിന് വന്നതാണ്, ഞങ്ങളെ പൊറുക്കാൻ പറ്റത്തില്ല, ഞങ്ങളെ സഹായിക്കണം. നിങ്ങളെ സഹായിക്കണം അല്ലേ. ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് ലെവലെല്ലാം മാറി. അത് ദൈവം ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ കാലാവസ്ഥ നേരെ മാറും. പണ്ടത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഇപ്പോൾ ഇരിക്കണത്, അയാളുടെ സ്വഭാവം എല്ലാം മാറി. അയാൾ അങ്ങനെ തന്നെ ഇത് നടക്കത്തില്ലാത്ത കാര്യം തള്ളിക്കളഞ്ഞ സംഭവമാണ്. അല്ല പറഞ്ഞു, ഞാനേ ഒന്നുകൂടി അയാളെ വിളിക്കാം. ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉടനെ എടുത്തിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിനെ വിളിക്കുക, ചീഫ് എഞ്ചിനീയറിനെ വിളിച്ച് പറഞ്ഞു, സാറേ ഇവർക്ക് ആകപ്പെടെ 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, നിങ്ങളെങ്ങനെ തിരിച്ചളഞ്ഞാലും മറിച്ചളഞ്ഞാലും ഇവരുടെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ആ പാവപ്പെട്ടവരുടെ കാരുണ്യം കാണിക്കണം. ചാപ്റ്റർ ക്ലോസ്. അവർ പിറ്റേ ദിവസം അതാണ്. അപ്പം ഇപ്പം തനി പ്രസിഡൻ്റ് അയാൾ. അതുടനെ പിറ്റേ ദിവസം അളക്കാൻ വന്നപ്പോൾ ഇവള് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് തിരികെ നിൽക്കുന്ന, അമ്മേനോട് പറഞ്ഞതല്ലേ, വേറെ വഴിയില്ല, പൊളിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ അമ്മ തന്നെ, ഞാനവരോട് സംസാരിക്കുന്നത് അമ്മ തന്നെ സംസാരിക്കണം എന്ന് പറയും. ഉടനെ അവർ അളവുകാരെയും വിളിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അവിടെ സ്ഥലം ഇവരുടെ സ്ഥലം അളന്ന് വന്നപ്പോൾ എന്ത് പറ്റി, അമ്മ അത് ടാങ്ക് തള്ളി മാറ്റിയ പോലെ കറക്റ്റ് സൂചി വണ്ണത്തിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഈ സംഭവം കിടക്കണത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും നാൾ പ്രശ്നം ഉണ്ടാക്കിയതാണ്, ഞങ്ങൾക്ക് സൗകര്യം തന്നിട്ടില്ല, പക്ഷേ അമ്മ അതിപ്പോൾ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യർക്ക് അവർക്ക് വിശ്വാസമായി. കാര്യം എന്താ, നേരിട്ട് വന്ന് കൃപാസനത്തിൽ വന്നിട്ടില്ലെങ്കിലും അമ്മ അവിടെ വീട്ടിൽ ചെന്ന്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ കൃപാസനത്തിൽ വന്ന് കാണത്തില്ലെങ്കിലും നിങ്ങൾ ഇവർ ഈ രാധികാരാധന പോലെ മനസ്സുകൊണ്ട് സത്യസന്ധമായിട്ടാണ് ദൈവത്തെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ നിങ്ങളുടെ വീട്ടിൽ വരും. അത് ഇങ്ങനെ കുറേ അനുഭവം ഉണ്ടായപ്പോഴാണ് ഈ ആൾക്കാർ സഞ്ചാരി മാതാവിൻ്റെ തീസിസ് ഇറക്കിയത്. ഞങ്ങളിറക്കിയൊന്നും അല്ലത്, ആൾക്കാരിങ്ങനെ അമ്മ അവരുടെ വീട്ടിലൊക്കെ ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഉടമ്പടി ബയലാറ്റർ എഗ്രിമെൻ്റ് ആയത് കാരണം ദൈവം വിശ്വസ്തനായിരിക്കുമല്ലോ. അപ്പോൾ ദൈവത്തിനെ അവർ കാണാനൊക്കെ തുടങ്ങിയപ്പോഴാണ് അവരാണ് പറഞ്ഞത് അമ്മ സഞ്ചാരിയാണെന്ന് പറഞ്ഞത്. സാക്ഷ്യം പറഞ്ഞവരുണ്ടാക്കിയെടുത്ത ഒരു പ്രതീകമാണ് ഈ സഞ്ചാരി മാതാവിൻ. അത് സത്യമാണത് ശരിക്കും പറഞ്ഞാൽ, കാര്യം ആൾക്കാരുടെ അനുഭവം അതാണ്.
അപ്പോൾ ഇവർ അമ്മയോട് പറഞ്ഞ പോലെ തന്നെ രാധിക വന്ന് ഉടമ്പടി എടുത്ത് രാധികയ്ക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കറിയാമല്ല ലേറ്റക് ആൻഡ് പെർക്കസിനും അതുപോലെ തന്നെ ഈ ഓൺലൈൻ ഉടമ്പടിക്കും ഒന്നും ഈ തീർത്ഥാടന ഉടമ്പടിക്ക് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ തീർത്ഥാടന ഉടമ്പടിക്ക് നമ്മൾക്ക് വിശ്വാസ പ്രയോഗത്തിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് കിട്ടും. ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, അതെല്ലാം വിശ്വാസ പ്രയോഗത്തിനുള്ളതാണ്. നമുക്ക് വിശ്വാസം മനുഷ്യൻ പലതരത്തിലാണ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യണത്. യേശു കർത്താവാണെന്ന് നമ്മൾ അത്തരം കൊണ്ട് ഏറ്റു പറയണതിന് മുമ്പ് ദൈവം അവന് മരിച്ചോൾ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പോഴാണ് നമ്മൾ രക്ഷ ക്രിസ്തുവിൻ്റെ ശക്തി പ്രാപിക്കണത്. അപ്പോൾ റോമ 10:9 അനുസരിച്ചുള്ള അതിൽ വിശ്വാസ പ്രഖ്യാപനമുണ്ട്. പിന്നെന്ത് ചെയ്യും? വിശ്വാസ നമുക്ക് പ്രാർത്ഥനയായിട്ട് ആക്ടിവേറ്റ് ചെയ്യുക. ആ വിശ്വാസത്തിൻ്റെ സിമ്പിൾ ആക്ടിവേഷനാണ് പ്രെയർ എന്ന് പറയുന്നത്. വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വിശ്വാസത്തിൻ്റെ സിമ്പിൾ ആക്ടിവേഷനാണ് പ്രെയർ. വിശ്വാസത്തിൻ്റെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവേഷനാണ് വിശ്വാസ പ്രൊക്ലമേഷൻ, ഫെയ്ത്ത്, വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത്. വിശ്വാസ പ്രഖ്യാപനം നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴികളും അതുപോലെ തന്നെ ഈശോയെ രക്ഷകനായി വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും, പരസ്യമായി ചെയ്യുന്ന മറ്റുള്ളവർക്ക് കൂടി വിശ്വാസം കൈമാറാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. ഇനി ചില തിന്മകൾ, ചില വിഷയങ്ങൾ വ്യക്തികളല്ല ആശ്രയിച്ചിരിക്കുന്നത്. വ്യക്തികളെ ആശ്രയിക്കുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ പ്രഖ്യാപനമാണ് നല്ലത്. ഇനി വിഷയങ്ങളെ ആശ്രയിക്കുന്ന വിഷയമുണ്ട്, അതിന് വിഷയം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ജപ്തി നടപടി, അതൊരു വിഷയമാണ്. ആ ജപ്തി നടപടിയെ എന്ന് രക്ഷപ്പെടുക, അതിന് യേശുക്രിസ്തുവിൻ്റെ ശക്തിയുടെ അണ്ടറിലേക്ക് ഈ നിങ്ങൾ അനുഭവിക്കുന്ന മെറ്റീരിയൽസിനെ കൊണ്ടുവരിക. അതുപോലെ തന്നെ രോഗത്തിന് ഉടമ്പടി തൈലം തേക്കുന്നത് അത് മെറ്റീരിയലാണത്. അവിടെയെല്ലാം വിശ്വാസ പ്രഖ്യാപനത്തെക്കാളുപരി ഷാർപ്പ് ഷൂട്ട് ചെയ്യണത് വിശ്വാസ പ്രയോഗങ്ങളാണ്. അതാണ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് മനുഷ്യർ ഉടമ്പടി തൈലം തേക്കണത്. അത് വിശ്വാസ പ്രയോഗമാണ്. അപ്പോൾ അപ്പോൾ ഈ തീർത്ഥാടന ഉടമ്പടി വരുമ്പോൾ വിശ്വാസ പ്രഖ്യാപനവും പ്രാർത്ഥന മാത്രമല്ല, വിശ്വാസ പ്രഖ്യാപനവും പിന്നെന്താ വിശ്വാസ പ്രയോഗത്തിൻ്റെ മെറ്റീരിയൽസിനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. തീർത്ഥാടന ഉടമ്പടി ചെയ്യുമ്പോൾ ഉപ്പും അതുപോലെ തന്നെ ഉടമ്പടി തൈലവും എല്ലാം കിട്ടും. പക്ഷേ ഈ തീർത്ഥാടന ഉടമ്പടി ചില ആൾക്കാർക്ക് ഇതെല്ലാം കിട്ടും, പക്ഷേ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ ഇവർ എല്ലാവരും തന്നെ ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറേ ഉപ്പിൻ്റെ കുപ്പിയൊക്കെ ഇരിക്കണ കാണാം. പക്ഷേ ചില വീട്ടിലൊന്നും നടന്ന് കാണത്തില്ല. ഇവരിങ്ങനെ ചുമ്മാ ഒരു പടുതി ശീലം പോലെ ചെയ്യണതാണ്. ചില വീട്ടിലൊക്കെ ഒരു ഉപ്പിൻ്റെ കുപ്പിയേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ആ ഉപ്പിൻ്റെ തരികൾ കൊണ്ട് 1000 കാര്യങ്ങൾ അവർ ചെയ്തിരിക്കും. അത് ആ വിഷയമല്ല, ഇത് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ വിശ്വാസ പ്രയോഗന രീതിക്കാണ് വിഷയം. ബേസിക്കായിട്ട് ഒന്ന് ഈ രാധികാരാധന പോലെയൊക്കെ സത്യസന്ധമായി വിശ്വസിക്കണം. അതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ എൻ്റെ വിഷയം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഉടമ്പടിയിൽ ദൈവത്തിന് വിശ്വാസം ഉണ്ടാകണം. ഇതൊരു ഭയങ്കര, ഞാൻ മരിക്കണവരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ്? നിങ്ങളുടെ ഉടമ്പടിയിൽ ദൈവത്തിന് വിശ്വാസം ഉണ്ടാകണം. ഇവിടുത്തെ മെയിൻ പ്രശ്നം അത് തന്നെയാണ്. ഉടമ്പടി ആവശ്യത്തിലേറെ ആൾക്കാർ എടുക്കുന്നുണ്ട്, പക്ഷേ പല ആൾക്കാരുടെ ഉടമ്പടി ദൈവത്തിന് വിശ്വാസമില്ല. ദൈവത്തിന് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവിത രീതി വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ ഭാവി ഇൻഷുർ ചെയ്യണം. അതാണ് വിഷയം. ഉടമ്പടിയുടെ വരുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ഇൻഷുറൻസ് വേണം. നമ്മുടെ ഭൂതകാലത്ത് എന്ത് സംഭവിച്ചു അതിന് നമ്മൾ അനുതാപപ്പെട്ട് അത് വെറുതെ ഉപേക്ഷിക്കുമ്പോൾ ഓക്കെ ആവും. പക്ഷെ നമ്മുടെ നയങ്ങളും നിലപാടുകളും മനസ്ഥിതികൾ, ഈ മനസ്ഥിതികളുടെ വിശുദ്ധീകരണം ഒരു വല്ലാത്ത വിഷയമാണ്.
ചില ആൾക്കാർ പറഞ്ഞില്ലേ, ആള് കൊള്ളാം പക്ഷെ മനസ്ഥിതി മോശമാണെന്ന് പറയത്തില്ലേ. ആള് കൊള്ളാം, പക്ഷെ കാര്യം ഓരോരുത്തരും ആരാണെന്നുള്ളത് ഓരോരോ സാഹചര്യത്തിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. വെറുതെ ഇങ്ങനെ പുതച്ചും കൂടി പള്ളിയിൽ വന്ന ആൾക്കാരാരാണെന്ന് അറിയത്തില്ല. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇവരെന്ത് നിലപാടെടുക്കും, ഇവിടെ മനസ്സിലിരിപ്പ് എന്താണ്, അപ്പോൾ അതാണ് ആൾക്കാർ കൊള്ളാം പക്ഷെ മനസ്ഥിതി മോശമാണെന്ന് പറയും. മനസ്ഥിതി മോശമാണെന്ന് പറയും. അപ്പം അതുകൊണ്ട് ഈ മനസ്ഥിതി ഉൾപ്പെടെയുള്ളത് വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയമുണ്ട്. കാരണം ബയലാട്ടർ എഗ്രിമെൻ്റ് അല്ലേ ദൈവവുമായിട്ട്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ജീവിതത്തിന് ആവശ്യമായ മനസ്ഥിതി അങ്ങയ്ക്ക് സ്വീകാര്യമായ നിലപാടുകള് പ്രവർത്തന രീതികള് ഉൾപ്പെടുന്ന സുവിശേഷ വിഹിതമായ ഒരു മനസ്ഥിതി രൂപീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്ഥിതിയുടെ വിശുദ്ധീകരണം, ഭാവി വിശുദ്ധീകരണം, മനസ്ഥിതിയുടെ ഭാവി വിശുദ്ധീകരണം ബൈബിള് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രമേയമാണ്. ഉദാഹരണത്തിന് ജെറമിയ 17:10 എടുത്തേ. ജെറമിയ 17:10. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ഇത് ഒരു വലിയ അക്ഷരത്തിൽ DTP ചെയ്തിട്ട് വല്ല ഡ്രോയിങ് റൂമിലോ വീട്ടിലോ ഒട്ടിച്ച് വെക്കേണ്ടതാണ്. ഈ മനസ്ഥിതിയുടെ ഇൻഷുറൻസ് പ്രധാനപ്പെട്ട വിഷയമാണ്. പല ഉടമ്പടിയിലും ഇങ്ങനെ ഈ എണ്ണ തീരാൻ പോകുന്ന വിളക്ക് കത്തണ പോലെ മുനിഞ്ഞ് കത്തണില്ലേ. വല്ലപ്പോഴും കൂടി ഒരു അനുഗ്രഹം കിട്ടും, പിന്നെ കിട്ടത്തില്ല, പിന്നെ വല്ലതും പിച്ചിപ്പയും പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും. ഇങ്ങനെ അരണ്ട വിളിച്ചത് കത്തണം ഉടമ്പടിയുണ്ട്. അതിൻ്റെ കാരണം ഭാവി മനസ്ഥിതിയുടെ പ്രശ്നമാണ്. ഭാവി മനസ്ഥിതി വിശുദ്ധീകരിക്കണം. കാര്യം ഹോൾ പേഴ്സണാണ് ഉടമ്പടി ചെയ്യണത്. അല്ലാതെ നിൻ്റെ വർത്തമാന കാലഘട്ടത്തിലെ ഭൂതകാലത്തിലെ സംഭവിച്ചു പോയ അവിശുദ്ധ ജീവിതത്തെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് മാത്രം ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. നിങ്ങൾ ഒന്നുകൂടി വായിച്ചേ 17:10 ജെറമിയ. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. അപ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെ മനസ്സിനും അവൻ്റെ ജീവിത രീതി വരെ വിഷയമാണ്. ജീവിത രീതി നിങ്ങൾ ഓർക്കും. അതായത് ഇപ്പോൾ ജീവിത രീതി എന്ന് പറഞ്ഞാൽ എന്താ? ചില ആൾക്കാർക്ക് ആഡംബരത്തിന് വല്ലാത്ത പ്രസക്തമാണ്. പള്ളി വന്നാൽ പോലും ചില ആൾക്കാർ കാലും കാണിച്ച് ചുണ്ടയിൽ ചായവും തേച്ച് കുർബാനയൊക്കെ സ്വീകരിക്കാൻ പറ്റത്തില്ലേ? 10ാം ക്ലാസ്സിലെ പിള്ളേർ വരെ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ചുണ്ടയിൽ ചായവും തേച്ചാണ് വരണത്. എന്തുദ്ദേശത്തിനാണ് നിങ്ങളത് ചെയ്യണത്? പള്ളി വരുമ്പോഴെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കണം. ജീവിത രീതി ഒരു വലിയ പ്രശ്നമാണ്. കാരണം നിങ്ങൾ വേറെ ആരെയോ ഉദ്ദേശിക്കുന്നുണ്ട്, അതാണ് വിഷയം. നിങ്ങൾ വെടിപ്പോയി മെനയായിട്ട് നടക്കണ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്തിനത് ചെയ്യുന്നു? ഈ സൗന്ദര്യവർദ്ധന ഉണ്ടാക്കുന്ന പള്ളിയിൽ എന്തിനാണ് ഈ സൗന്ദര്യവർദ്ധന ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് വേണ്ട സിനിമാ തിയേറ്ററില്ല, നാടകശാലയില ഉണ്ടാക്കാൻ പറ്റും. കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെപ്പോലെ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പം മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും, മറ്റുള്ളവർ ഇതിൻ്റെ അകത്തൊരു ഘടകമാണ്. അപ്പം തന്നെ തീർന്ന്. കാര്യം ഇത് വേറെ എവിടെയോ പോകണ്ട, എവിടെയാണ് വന്നിരിക്കണമെന്ന് ബോധമില്ല. അതാണ് പ്രശ്നം. ജീവിത രീതി ഒരു പ്രോബ്ലമാണ്. നിങ്ങളിങ്ങനെ അങ്ങനെ ചെയ്യുന്നവരെല്ലാം മോശക്കാരാണെന്ന് പറയുകയല്ല, മക്കളറിയാതെ ചെയ്തതായിരിക്കും ചിലപ്പോൾ. പക്ഷേ എന്നാലും നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാകണം. എന്താണ് ശ്രദ്ധ എന്ന് പറയണത്? നമ്മൾ ദേവാലയത്തിൽ വരുമ്പോഴും ഭാവിയിൽ ജീവിക്കുമ്പോഴും ജീവിത രീതി ഒരു പ്രശ്നമാണ്. ഇപ്പം എനിക്ക് ഒരു കാറുണ്ട്. ഒരു കാറ് വിൽക്കാൻ പോവുകയാണ്. ഒരു വലിയ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അത് എപ്പോഴും ഒരു വണ്ടി എല്ലാവർക്കും പോകാൻ വേണ്ടി വണ്ടി വാങ്ങിച്ചു.
എല്ലാവർക്കും പോകാൻ വേണ്ടി കൃപാസനത്തിൽ ഇപ്പം മരിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റാഫ് ഒരുമിച്ച് പോകും. കൃപാസനത്തിന് കൾച്ചർ പ്രോഗ്രാം ഉണ്ടാകും, അപ്പോഴും ഒരുമിച്ച് പോകും. ഇപ്പോൾ ഒരു വണ്ടിയുണ്ട്, പക്ഷേ അത് വിറ്റപ്പോൾ അത് ആ ബഹളത്തിനിടെ പിന്നെ കിട്ടിയത് കാറാണ്. അപ്പോൾ ഇപ്പോൾ എന്നാ ചെയ്ത് അത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിയത്. ഞാൻ ആ ചെറിയ കാറിൽ പോവുകയാണ്. പോകുമ്പോൾ കാര്യം മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ പാർക്ക് ചെയ്യാൻ ഈ വലിയ കാറൊക്കെ മേടിക്കുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കണം. മറ്റുള്ള 2 കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നിൻ്റെ 1 കാറ് പാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? വേറെ ഒരു കാറ് പുറത്താവും. അതിൻ്റെ വിഷയം അത് എന്ന് വെച്ചാൽ ഈ ബ്രാൻഡ് കമ്പനികളുടെ ബ്രാൻഡ് കാണിച്ചുകൊണ്ട് ഞാനെന്തോ വലിയ ആളാണെന്ന് മറ്റുള്ളവർ ധരിപ്പിക്കും. അത് ജീവിത രീതിയാണ് പ്രശ്നം. ജീവിത രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ വരണത്. ജീവിത രീതിയിൽ എപ്പോഴും നമ്മുടെ ഈ അഹംഭാവം മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ അംഗീകരിപ്പിച്ചെടുക്കാൻ, മനുഷ്യൻ ഞാൻ ഒരു വലിയ പുള്ളിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കാൻ വേണ്ടി കുറേ വ്യർത്ഥത ഉണ്ട്. ഇനി ഈ വ്യർത്ഥതയെന്നാണ് പറയണത്. ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശുവേ സ്വസ്തം. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 സഭാപ്രസംഗി 12:14. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. അപ്പൊ നിഗൂഢ പ്രവൃത്തി എന്നൊരു സാധനമുണ്ട്. നേരത്തെ പറഞ്ഞത് മനസ്ഥിതിയാണ്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു സ്കാനിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ നിഗൂഢ പ്രവൃത്തി പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെന്ത് മനസ്ഥിതിയാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഉള്ളിലിരിപ്പ്, മനസ്സിലിരിപ്പ്, അത് നിഗൂഢ പ്രവൃത്തി എന്ന് പറയണത്. മനസ്സിലിരിപ്പ് എന്തായാലും ഇപ്പം നിങ്ങളൊരു സംഭവം ചെയ്യുന്നതിൻ്റെ പിന്നിൽ അത് നിഗൂഢ പ്രവൃത്തിയാകുന്നതിൻ്റെ കാരണം അതിൻ്റെ മനസ്സിലിരിപ്പ് വേറെ ആയിരിക്കും. അതാണ് വിഷയം. നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പം നിങ്ങൾ സ്റ്റെയർ കേസ് നടുക്ക് വെച്ചെന്ന് വിചാരിച്ചോ. ചില വീടുകളിൽ നടുക്ക് വെച്ച് സ്റ്റെയർ കേസ്, എന്നിട്ട് സ്റ്റെയർ കേസിൻ്റെ അകത്ത് മഴ വീഴാതിരിക്കുക. അത് മേലോട്ട് പോകുമ്പോൾ മഴ വീഴുമല്ല, പിന്നെ പ്രാർത്ഥനാ മുറി വെള്ളം വരും. അതിൻ്റെ മുകളിൽ ഒരു സാധനം മുറി പോലെ കെട്ടിവെക്കും. അപ്പോൾ വീട് 2 നിലയാകും. മനസ്സിലിരിപ്പം എന്താ? ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ല എന്നുള്ളതാണ്. അതാ വിഷയം. അതാ മനസ്സിൽ നിഗൂഢ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതാണ്. അത് സംഭവം ഇത്രയേ ഉള്ളൂ, അത് കറക്റ്റാണ്. പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ നടുക്കുള്ള സ്റ്റെയർ കേസിൽ നിന്ന് വെള്ളം വീഴരുതെന്നുള്ളതാണ് വിഷയം. ചെറിയ കാര്യമായിരിക്കും, പക്ഷെ മനസ്സിലിരിപ്പ് വേറെ ആയിരിക്കും. എന്താണ്? എൻ്റെ വീട് 2 നിലയുണ്ട്, ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ല. അതാണ് പ്രശ്നം. കുറഞ്ഞ പുള്ളിയല്ല എന്ന് നീ പറയുമ്പോൾ നിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്ന കക്ഷി നിങ്ങളേക്കാൾ താഴ്ന്ന പുള്ളിയാണെന്നുള്ളതാണ് മനസ്സിലിരിപ്പ്. അതാണ് മനസ്സിലിരിപ്പ്. നിഗൂഢ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതാണ്. കുറഞ്ഞ പുള്ളി അല്ല എന്ന് നീ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്നവർ നിന്നേക്കാളും താഴ്ന്നവരാണ്, നീ കേവനാണ്. ഇതെല്ലാം ഈ കേവനെന്ന് പറഞ്ഞ് ഈ നിഗൂഢ പ്രവൃത്തിയുള്ള ആളിനെ ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ഇത് ശരിക്കും വിശുദ്ധീകരിക്കണം. അതിനാണ് ഈ നമ്മളെ കുമ്പസാരിക്കണൊക്കെ മുമ്പ് ഭാവിയുടെ കുമ്പസാരങ്ങളെ നമ്മൾ നടത്തണം. ഫ്യൂച്ചർ കൺഫെഷൻ. നമ്മളിപ്പോൾ ചെയ്യണത് പാസ്റ്റ് കൺഫെഷനാണ് നടത്തുന്നത്. പക്ഷെ ബൈബിള് ഫ്യൂച്ചർ, ഉടമ്പടി ഒരു വലിയ വിഷയമായത് കാരണം ഫ്യൂച്ചർ, ഭാവിയുടെ കാര്യങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് നിങ്ങളൊരു ഫ്യൂച്ചർ സർവൈലൻസിലാണ്. അതുകൊണ്ട് ഫ്യൂച്ചർ ഇൻഷുറൻസ് കൂടിയുടെ പരിധി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്ഥിതിയിൽ നിങ്ങളത് ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ അവൻ പറയണ പോലെ ചെയ്തു കൊള്ളാമെന്ന് പറയണത്. അവൻ പറയണ പോലെ ചെയ്തു കൊള്ളാമെന്ന് പറയുമ്പോൾ അവൻ പറയണ പോലെ ജീവിച്ചു കൊള്ളാമെന്ന് അതിൻ്റെ അർത്ഥം. ഓരോ ഫങ്ഷൻ ഇങ്ങനെ വരുന്ന അത് ദൈവത്തിന് പറ്റുന്ന രീതിയിൽ ചെയ്യുകയല്ല പ്രശ്നം. നമ്മൾ പറഞ്ഞത് എന്താണ്? അവൻ പറയണ പോലെ ജീവിച്ചു കൊള്ളാവുന്ന. ഇതിനെന്താ വേണ്ടത്? ഉടമ്പടിക്ക് ശരിക്കും നല്ല പ്രാർത്ഥന വേണം. കർത്താവേ, അങ്ങ് പറയണ പോലെ ജീവിച്ചു കൊള്ളാമെന്നാണ് ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥ ഉടമ്പടി ചെയ്തത്. എനിക്കാണെങ്കിൽ എനിക്ക് തന്നെ പിടികിട്ടാത്ത കുറേ തരം പൊട്ടത്തരങ്ങളുടെ ഒരു ആകത്തുകയാണ് ഞാൻ. ദൈവത്തിൻ്റെ സന്നിധി തുറന്ന് സംസാരിക്കണം. എനിക്ക് തന്നെ പിടികിട്ടാത്ത പലതരത്തിലുള്ള പൊട്ടത്തരങ്ങളുടെ ഒരു ആകത്തുകയാണ്. എന്നെ സഹായിക്കണം. എൻ്റെ പ്രവർത്തനങ്ങളെ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയണില്ല. എന്നെ തന്നെ മനസ്സിലാക്കാനും അതനുസരിച്ച്
അങ്ങേക്ക് പറ്റുന്ന യോഗ്യമായ സ്വീകാര്യമായ ഒരു ഉടമ്പടിക്ക് യോഗ്യമായ വ്യക്തിയായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. എൻ്റെ കർത്താവേ, അങ്ങേക്ക് സ്വീകാര്യമായ ഉടമ്പടിക്ക് യോഗ്യമായ ഒരു വ്യക്തിയായി അങ്ങനെ പരിവർത്തനം ചെയ്യണമേ. അപ്പോഴേ ഇവിടുത്തെ ഈ നോൺ ക്രിസ്ത്യൻസ് ചില സമയത്ത് പക്കയായിട്ടുള്ള ഒരു പ്രോഗ്രസ് കാണിക്കുന്നുണ്ട് ഉടമ്പടിയിൽ. അതിൻ്റെ കാരണം അവരാദ്യമായതുകൊണ്ടും ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്യണത് സത്യമായി ചെയ്യണത് കൊണ്ട് അങ്ങനെ പറയാം. ഇപ്പോൾ രാധിക രാജൻ്റെ കാര്യത്തിന് എന്താ പ്രശ്നം വെച്ചാൽ, രാധിക രാജൻ്റെ ഇപ്പം ഇവർ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ അവർ മാത്രമല്ല വന്നിരിക്കുന്നത്, അവരുടെ ഭർത്താവ് വന്നു, ഉദണ്ഡനായ ആരോഗ്യത്തിൻ്റെ കഥനൊരു മനുഷ്യൻ, പിന്നെ അവിടെ ഒരു ഫ്രണ്ട് വന്ന് അവരുടെ ഇടക്കിടക്ക് സഹായിക്കുന്ന, അവരുടെ ജോലി സംബന്ധമായ സഹായിക്കുന്ന ഒരു ഫ്രണ്ട്. അയാൾക്കും ഈ ഭർത്താവിൻ്റെ അത്രയും പ്രായമൊക്കെ ഉണ്ട്. അയാൾക്കൊരു കുഴപ്പമുണ്ടായി. അയാളുടെ കണ്ണിൻ്റെ ക്യാൻസർ വന്നു. അപ്പോൾ എന്താ വിഷയം വെച്ചാൽ, ഭർത്താവ് ഈ ഗവൺമെൻറ്റിൻ്റെ എന്തോ ജോലിയായത് കാരണം നല്ല തിരക്കാണ്. അപ്പോൾ വീട്ടിൽ തേങ്ങ കൊണ്ടുപോവുക, അല്ലെങ്കിൽ കൊപ്രയാക്കുക, കടയിൽ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് ഈ അണ്ണനാണ് ചെയ്യണത്. അപ്പോൾ അണ്ണൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അണ്ണനെ ഏത് സമയത്ത് വിളിച്ചാൽ അണ്ണൻ വരും. ഒരു നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ഇയാൾക്ക് കണ്ണിൽ ക്യാൻസർ വന്നപ്പോൾ ഈ കുടുംബത്തിന് ഭയങ്കര സങ്കടം വന്ന്. അപ്പോൾ രാധിക അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാനിപ്പോൾ വൈകിയ വേളയിലാണ് അമ്മയുമായിട്ട് ഇടപെട്ടത്, എനിക്ക് ഈ അണ്ണനെക്കുറിച്ച് ആണ് ഇപ്പോൾ ഉൾക്കണ്ട ഭയങ്കര. അപ്പോൾ ഈ ഉടമ്പടി തൈലൊക്കെ കൊണ്ടുപോയി അണ്ണൻ്റെ ഈ ക്യാൻസറിലൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് രാധിക. പക്ഷേ അതല്ല പ്രശ്നം. ഡോക്ടർ പറഞ്ഞിരിക്കണത് കണ്ണ് പോകുമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാം, പക്ഷേ കണ്ണ് പോകുമെന്ന് പറയും. അപ്പോൾ കണ്ണ് പോകുമെന്ന് പറഞ്ഞ് അപ്പോൾ ഓപ്പറേഷൻ ഡേറ്റായി. അപ്പോൾ രാധികയുടെ മനസ്സിൽ വേറെ ഒരു പ്രശ്നം വന്ന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ണൻ്റെ കണ്ണ് പോയാൽ പിന്നെ ഒരു കണ്ണല്ലേ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഓപ്പറേഷൻ നടത്താം, പക്ഷെ കണ്ണ് പോകരുത്. അപ്പം അതിന് രാധിക അമ്മയുമായിട്ട് ഒരു ഡിസ്കഷൻ, പരിശുദ്ധ അമ്മയുമായിട്ട് ഉടമ്പടിയിൽ ഡിസ്കഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ണൻ്റെ കണ്ണ് പോകരുത് അമ്മേ, ഞാൻ ഈ കാശുരൂപ എനിക്ക് കൊടുത്തു വിട്ടാൽ അമ്മ കണ്ണ് കളയത്തില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ജോസഫച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി കാശുരൂപ കൊടുത്തു വിടരുതെന്ന്. പക്ഷെ കൊടുത്തു വിടാതെ ഇയാളെ ഒറ്റയ്ക്ക് ഓപ്പറേഷൻ വിട്ടാൽ ഇയാളുടെ കണ്ണ് പോകും. അപ്പോൾ അതുകൊണ്ട് കൊടുത്ത് വിടണോ വിടണ്ടേ എന്നുള്ള രാത്രി മുഴുവൻ ഒക്കെ ഉറക്കമില്ലാതെ ഇതിന് വിഷമിക്കാനോട് പെട്ടെന്ന് ഒരു പോകാൻ നേരത്തെ ഒരു രാവിലെ ആയപ്പോൾ കൊടുത്ത് വിടണോ വിടണ്ടോ, അമ്മ എനിക്കൊരു അടയാളം തരുമോ എന്ന് ചോദിച്ചു. കൊടുത്ത് വിടണമെങ്കിൽ അമ്മ പറഞ്ഞാൽ ഞാൻ കൊടുത്ത് വിടാം, ഈ കാശ് ഉടമ്പടി കാശ് രൂപ. അപ്പം അമ്മ എനിക്കൊരു അടയാളം തരുമെന്ന് പറഞ്ഞു. അമ്മ എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലിങ്ങനെ വല്ലാത്ത ഇതിൽ ആ പ്രദേശം മുഴുവൻ നിറയാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ചേട്ടൻ പറമ്പിൽ പണി ചെയ്യാൻ, ചേട്ടാ ഉടമ്പടി കാശിന് കൊടുത്തു വിടാൻ അമ്മ പറഞ്ഞ് എളുപ്പം വാ എന്ന് പറഞ്ഞ്, ഇവിടെ അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ അത് പറഞ്ഞപ്പോൾ തന്നെ അത് കേട്ട പറമ്പിൽ ജോലി ചെയ്യണ ഭർത്താവിൻ്റെ അടുത്ത് അമ്മ ചെന്ന്, അയാൾക്കും ഈ ജാസ്മിൻ്റെ സ്മെല്ല് വന്നു. അയാൾ ഉടനെ വന്ന് ഇവർ രണ്ടുപേരും കൂടി കൊണ്ട് ഉടമ്പടി കാശുരം കൊടുത്ത് ഈ അണ്ണനെ വിടും ഓപ്പറേഷന് വേണ്ടി. രാവിലെ മുതൽ 10 മണി തൊട്ട് 1.5 മണിക്കൂർ ഓപ്പറേഷനാണ്. ഇവർക്ക് പുറത്തുനിന്ന് ഇവർ പ്രാർത്ഥിക്കുക, എന്താണ് സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച്, പക്ഷേ ആ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇവരെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പോകത്തില്ലെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് സക്സസ് ആയിരുന്നു. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ കാര്യത്തിന് ഈ രാധി കാണിക്കുന്ന ഒരു പ്രതിബദ്ധതയുണ്ട്. അതൊരു വല്ലാത്ത പ്രതിബദ്ധതയാണ്. ഈ മനുഷ്യന്മാരുടെ ഇപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ കർത്താവ് എന്താ പറഞ്ഞത്, താലത്തിൽ വെള്ളമെടുത്തു, അവൻ ഒരു ദാസൻ്റെ വേഷം കെട്ടാതെ കഴുകാൻ പറ്റത്തില്ല, യജമാനന്മാർക്കൊന്നും കഴുകാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എളിമയോടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും യജമാനന്മാരല്ലേ. അപ്പം അതുകൊണ്ട് യജമാന വേഷം, അതുകൊണ്ട് ഇവൻ പെട്ടെന്ന് മേലങ്കി മാറ്റിയിട്ട് ദാസൻ്റെ രൂപം എടുത്തായിരുന്നു അവൻ നേരത്തെ.
അല്ലാതെ മനുഷ്യാവതാരം നടക്കത്തില്ല. ഇപ്പം ദാസൻ്റെ വേഷവും കിട്ടി. എന്നിട്ട് എല്ലാവരുടെയും പാദങ്ങൾ കഴുകിയതിന് ശേഷം കർത്താവ് ചോദിച്ചു, ഞാൻ ചെയ്തത് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ദാറ്റ് ഈസ് കറക്റ്റ്. അത് ശരിയാണ്. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളുടെ യജമാന വേഷം അഴിച്ചു വെക്കണം. അവിടെ ഒരു യജമാനന്മാരാണല്ലോ, ആരാണ് വലിയവനെന്ന് ഇവരെപ്പോഴും തർക്കിക്കും. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ചോദിക്കുമായിരുന്നു, വഴി വെച്ച് നിങ്ങൾ എന്താണ് തർക്കിച്ചത്? അപ്പം തങ്ങളിൽ ആരാണ് വലിയവൻ, യജമാനൻ ആരാണ്? എല്ലാ അണ്ണന്മാരും യജമാനന്മാർ കളിക്കിയിരുന്നു. അത് കണ്ടിട്ട് ഈ യജമാനന്മാർക്ക് ഒരിക്കലും ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും എൻ്റെ സഹപ്രവർത്തകരോട് ഗുസ്തി വെക്കുന്നത്, ഇവരുടെ അജ്ഞാത യജമാനന്മാർ ഇവർ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. ഒരിക്കലും ഗതി പിടിക്കത്തില്ല. യജമാനന്മാർക്ക് ഒരിക്കലും ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധ്യമല്ല. അവൻ ദാസൻ്റെ രൂപമെടുക്കുക മാത്രമല്ല, വേഷവും കെട്ടണം. അതാണ് വിഷയം. അതിൻ്റെ വേഷം എടുക്കണം. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ നിങ്ങൾ പറയണതല്ല ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി ഒരു നിലപാടും ഒരു മനസ്ഥിതിയുമാണ്. ഒരു മനസ്ഥിതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉടമ്പടിയിൽ ഇവളെന്താ ചെയ്തിരിക്കണത്? ഇവള് മറ്റുള്ള ആ അണ്ണനെ അയാൾ ആത്മാർത്ഥമായിട്ട് അയാൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോഴേ ദൈവം അതും ചെയ്യും. അതിനെ അധികരിച്ചുകൊണ്ട് ദൈവം വേറെ ഒരു കാര്യം ചെയ്യും. ഇവളുടെ ഭർത്താവിൻ്റെ കൈ തളർന്നിട്ട്, ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ ഒരു കൈ കൊണ്ട് ജോലി ചെയ്യത്തുള്ളൂ. കൈ തളർന്നിട്ട് വർഷങ്ങളായി. ഇതിന് ഓപ്പറേഷൻ വേണം. അപ്പോൾ ഇതിന് ഓപ്പറേഷൻ വേണം. പക്ഷേ അതിനുള്ള അത്രയും ഇത് കൈ പൊക്കിയെടുക്കാനുള്ള ഓപ്പറേഷൻ ചെയ്യാനുള്ള കാശ് അവരുടെ കയ്യിലില്ല. അത് കാരണം ഈ കൈ തളർന്ന് തന്നെ കിടക്കുകയാണ്. പക്ഷേ ഈ അണ്ണൻ സുഖപ്പെട്ട ദിവസം അറിയാതെ ഈ മനുഷ്യൻ്റെ കൈ നേരെ പൊങ്ങി വന്നു. ആരുടെ? ഈ രാധികയുടെ ഭർത്താവിൻ്റെ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനാവാത്ത അത്ഭുതങ്ങളാണ്. അതായത് നമ്മൾ രാധികയുടെ ഗുണം എന്താണ്? സത്യസന്ധമായി ഉടമ്പടി ജീവിക്കണം അവൾ. അപ്പം ദൈവം എന്ത് ചെയ്ത് ആ മറ്റു മനുഷ്യരുടെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധാലുവായത് കാരണം ദൈവം അവളുടെ ഭർത്താവിൻ്റെ തളർന്നുപോയ കൈയെ അവൾ പറയാതെ തന്നെ സുഖപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. എൻ്റെ മക്കളെ, ഇത് എന്ന് പറയണത് ഈ ആഴ്ച നടന്ന ഒരു സാക്ഷ്യമാണ്. ഇത് തുടർ സാക്ഷ്യമാണ്. ഞാൻ എപ്പോഴും ഈ ആൾക്കാരോട് ബഹളം ഉണ്ടാക്കുന്നത്, ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആരോ എന്തൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എന്തൊക്കെ കൊണ്ട് വയറ്റിപ്പഴപ്പിന് വേണ്ടി അതിനൊക്കെ എഴുതി വെച്ചിട്ട് പോയിട്ട് അതല്ല സംഭവം. നിങ്ങൾ സത്യസന്ധമായ ദൈവത്തിൻ്റെ രീതികൾ പഠിച്ചു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സത്യസന്ധമായി ജീവിക്കാൻ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തെക്കാൾ ഉപരി എത്രയോ വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ മുമ്പിലുള്ള ത്രെട്ട് എന്താണ്? നമ്മൾ ഉടമ്പടിക്ക് സത്യസന്ധരായിട്ട് ജീവിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഉടമ്പടി ജീവിതം സുവിശേഷ വിഹിതമായി സത്യസന്ധമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ നിങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുന്നത്, അതും ഇതുപോലെ ദൈവം നിങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നൊരു വിഷയമാണ്. ദൈവം നിങ്ങളെ വിശ്വാസത്തിലെടുക്കാത്തതിൻ്റെ കാരണം ദൈവം നിങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത ഒരു മനുഷ്യൻ്റെ ഉടമ്പടിയിൽ ഒരു പുരോഗതിയും ഉണ്ടാകത്തില്ല. നമ്മുടെ ഏറ്റവും വലിയ ത്രെട്ട് എന്താണ്? ദൈവത്തെ കൊണ്ട് നമ്മളെ വിശ്വസിപ്പിക്കണം. ദൈവം നിങ്ങളെ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് ദൈവം പറയണം. അതിനുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ്? ഫ്യൂച്ചർ ഇൻഷുറൻസ്. നിങ്ങളുടെ ഭാവി കാലങ്ങളെ നിങ്ങളെ മനസ്ഥിതി ഉൾപ്പെടെ കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കാമെന്ന് ഇൻഷുർ ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ പറയാൻ പോണത്. എന്താണ്? മറ്റുള്ള വ്യക്തികളിലേക്ക്, മഹാസഭകളിലേക്ക് വിശ്വാസം നിങ്ങൾ പ്രഖ്യാപിക്കണം. അതാണ്
സങ്കീർത്തനം 40:9. ഞാൻ മഹാസഭയിൽ പറഞ്ഞ ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എന്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. പല ആൾക്കാരുടെയും പ്രശ്നം എന്താണ്? ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നാവ് അടക്കിക്കളയും. ബാക്കി അതിനൊന്നും നാവ് പൊങ്ങത്തില്ല. വീട്ടിൽ തർക്കം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും വീട്ടിൽ പറഞ്ഞു ജയിക്കാനും ഒക്കെ നാവിന് 32 മീറ്റർ നീളമാണ്. കർത്താവിൻ്റെ കാര്യം പറയാ കാമാന്ന് മിണ്ടത്തില്ല. അതാണ് അടക്കി നിർത്തുക. മനുഷ്യന്മാർ 2 തരമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ കാര്യത്തിന് നാവ് അടക്കി നിർത്തുന്നവർ. അവർ ഗതി പിടിക്കത്തില്ല. കാര്യം എന്താണ്? അവർക്കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല. അതുകൊണ്ട് ദൈവം അവരെ വിശ്വസിക്കുന്നില്ല. ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങൾ കൈമാറണം. അതിങ്ങനെ 1-2 വ്യക്തിക്ക് അടുക്കളയിരുന്ന് മകളോട് പറയണമല്ല സംഭവം. ഞാൻ മഹാസഭയിൽ, ഒന്നിന് വായിച്ച്, ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ രക്ഷയുടെ സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എന്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. അതാണ് എൻ്റെ വിഷയം. അധരങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിലെ അച്ചടക്കം പഠിപ്പിക്കരുത്. നിങ്ങൾ അധരങ്ങൾ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ, അധരങ്ങൾ നമ്മളല്ലേ അത് മറ്റുള്ളവരോടത് പറഞ്ഞ് അവരിൽ വിശ്വാസം ഉണ്ടാക്കേണ്ട. പല ആൾക്കാരും ദ്രവിച്ചു പോയതിൻ്റെ കാര്യം അധരങ്ങളെ അടക്കി. ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം ചില ആൾക്കാർ വാട്സപ്പിൽ അവിടെ ഗ്രൂപ്പിലേക്ക് അവിടെ അനുഭവങ്ങൾ പാസ് ചെയ്യത്തില്ലല്ല. എന്താ കാര്യം? മറ്റുള്ളവർ ഞാൻ വിശ്വാസിയായിപ്പോയാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചില ഈ നിരീശ്വരന്മാർക്ക് വന്നിരിക്കുന്ന ഗതികേട് എന്താണെന്ന് അറിയാവോ? യവന്മാർ അവസാന കാലങ്ങളിലാകുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും, ഈശ്വരവിശ്വാസികളാവും. പക്ഷേ പറയാൻ പറ്റത്തിക്കഴിഞ്ഞാൽ പറയാൻ പറ്റിയെങ്കിൽ അവർ രക്ഷപ്പെട്ടേനാം. പക്ഷെ അവർ രക്ഷപ്പെടുത്തത്തില്ല. അവരുണ്ടാക്കിയ ഗ്രൂപ്പുകൾ, ഇപ്പം ഡാർവിനൊക്കെ മരിക്കാൻ നേരത്ത് ചുറ്റും അയാൾക്ക് മാനസാന്തരപ്പെടണമെന്നും അനുതാപപ്പെടണമെന്നും ദൈവം ഇല്ല എന്ന് പറഞ്ഞതിനൊക്കെ മാപ്പ് ചോദിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കൂടെ നിൽക്കുന്ന കിങ്കരന്മാർ പുള്ളിയെ പെടൽ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. പറയിപ്പിക്കത്തില്ല, ആരെയും അടുപ്പിക്കത്തില്ല. ഇത് ശാപം പിടിച്ച ഒരു മരണമാണ് ശരിക്കും. നല്ല ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ ഓർക്കണം, അവസാന കാലങ്ങളിൽ മാനസാന്തരപ്പെടാമെന്ന് വിചാരിക്കരുത്. ഈ നാവുകൾ അടക്കി നിർത്താനുള്ളതല്ല, കർത്താവിന് പേരിൽ മറ്റുള്ളവരെ നിങ്ങളുടെ വിശ്വാസം അറിയിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. അല്ല നിങ്ങളുടെ മാത്രം വിശുദ്ധീകരണത്തിനും അനുതാപത്തിനും ഉള്ളതല്ല നാവ്, മറ്റുള്ളവരെ വിശ്വാസം വളർത്താനുള്ളതാണ്. അതുകൊണ്ടാണ് മഹാസഭയെന്ന് പറയുന്നത്. ചില ചേട്ടത്തിമാർ പറയും അത് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞായിരുന്നു, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. അതൊന്നും ഏക്കത്തില്ല. നിങ്ങൾക്ക് കിട്ടിയ അനുഭവം വീട്ടിൽ പറയണതും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പറയണതല്ല. ഞാൻ മഹാസഭയിൽ അങ്ങയുടെ നീതി പ്രഘോഷിച്ചു, അങ്ങേക്കറിയാവുന്ന പോലെ ഞാൻ നാവടക്കിയിട്ടില്ല. 12,000 മനുഷ്യരുള്ള സമൂഹത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പറയണം. എന്തിനാ പറയണത്? അത് നിങ്ങൾക്ക് ദൈവതിരുസന്നിധിയിൽ വിശ്വാസ്യത കിട്ടും, മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ ദൈവാനുഭവങ്ങള് മഹാസഭയിൽ പ്രഘോഷിക്കാൻ ആവശ്യമായ ആത്മധൈര്യങ്ങള് എനിക്ക് നൽകണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ,
ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കാര്യങ്ങളിൽ മനുഷ്യൻ ഇപ്പോഴും ഒരിടത്തുനിന്നില്ലാത്ത ജീവിതാവസ്ഥകളുണ്ട്. ചില മനുഷ്യന്മാർക്ക് മാനസാന്തരമില്ല, ചില രോഗങ്ങൾക്ക് സൗഖ്യമില്ല, ചില കുടുംബങ്ങൾ പഴയതുപോലെ തന്നെ ദ്രവിച്ച് കിടക്കുകയാണ്. ചില ആൾക്കാരുടെ സ്വഭാവങ്ങൾക്ക് മാറ്റമില്ല. ചില കുടുംബത്തിൽ സമാധാനം കൊടുക്കണേയില്ല. ചില കുടുംബങ്ങളിൽ പരസ്പരം മിണ്ടാട്ടമില്ല. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം തണുത്തു പോയത് കാരണം പിന്നെ ഒരു കുടുംബത്തിൻ്റെ ഒരു നമ്പറുള്ള വീട്ടിൽ അങ്ങനെ കാറ്റും മഴയും കൊള്ളാതെ ചുമ്മാ കുറേ ഭൗതിക ശരീരങ്ങൾ ജീവിച്ചു തീർക്കുന്ന ജീർണതയുടെ കുടുംബങ്ങളിലേക്ക് കർത്താവേ നീ പാതാളത്തിലേക്ക് ഇറങ്ങിയ ദിവസങ്ങളാണ് ഈശോയെ. ആ പാതാളം ഭൂമി തന്നെയുള്ള പാതാളങ്ങളായ കുടുംബങ്ങളുണ്ട് ഈശോയെ. അവിടെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ പാതാള കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരെ വീണ്ടെടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, എൻ്റെ മക്കളെ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് അച്ഛനിലൂടെ ഈശോ നൽകുന്ന പ്രാർത്ഥന ആശീർവാദങ്ങൾ സ്വീകരിക്കേണ്ട സമയമാണ്. കർത്താവേ, ഓൺലൈനിലും തീർത്ഥാടനത്തിലും അനേകം മക്കള് നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. കർത്താവെ, നിന്റെ തിരുക്കല്ലറയെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. തുറന്നു കിടക്കുന്ന തിരുക്കല്ലറയെ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഈശോയെ ഞങ്ങളുടെ പ്രത്യാശയുടെ കുടീരമാണത്. കർത്താവെ, അനേകം മക്കൾ ഈശോയെ കല്ലറ തുറന്ന് ഈ കാലങ്ങളിൽ കർത്താവെ അങ്ങ് പുറത്തേക്ക് കൊണ്ടുവരണമേ, ഉയർപ്പിൻ്റെ മഹപ്രാപിക്കാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ ജീവിതത്തിൽ മനസ്സ് മടിഞ്ഞു പോയവർ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവർ, പരിശ്രമിച്ച് പരാജയപ്പെട്ട് ഞങ്ങളുടെ ഗതി ഇത് തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വല്ലാത്ത രീതിയിൽ കല്ലറയിൽ അകപ്പെട്ടു പോയവരെ കർത്താവ് നിൻ്റെ തിരുമുറിവാർന്ന് ആണിപ്രതാർന്ന് വലതു കരുത്ത ഉയർത്ഥാനത്തിൻ്റെ തിരുവരക്കരുത്താൽ അവരെ സ്പർശിക്കണമേ യേശുവേ. ഞാൻ എൻ്റെ ജനതയെ കല്ലറകൾ തുറന്ന് പുറത്ത് കൊണ്ടുവരുന്ന കർത്താവ് പ്രവചനം, ഞാൻ എൻ്റെ ജനതയെ കല്ലറകൾ തുറന്നുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുള്ള പ്രവചനം കർത്താവ് ഈ ആഴ്ചയിൽ ഈ ധ്യാനം കൂടുന്ന ഓരോ മകൻ്റെ മനസ്സ്, ശരീരം, ജീവിതം, ജോലി, എല്ലാ ജീവിത വിളികൾ, ജീവിത അന്തസ്സുകൾ, എല്ലാ കല്ലറകളും കർത്താവ് അടഞ്ഞു കിടക്കുന്ന ജീർണാതമായ കല്ലറകൾ യേശു നാമത്തെ തുറക്കപ്പെടട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ
കർത്താവ്, തിരുവുദ്ധാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും കർത്താവെ, പലതരത്തിലുള്ള ജീർണത ഉള്ള അടക്കം ചെയ്ത കുഴിമാടങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പൊന്തി വരുന്ന കർത്താവെ, വർഷങ്ങളോളം മരുന്നുകൾ ഒരേ മരുന്ന് തന്നെ കഴിച്ച് വേറെ രോഗം വന്ന് മരുന്നുണ്ടാക്കുന്ന രോഗങ്ങൾ അകപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു കല്ലറിറക്കപ്പെട്ട പോലെയാണ് ഈശോയെ. അതുപോലെ തന്നെയാണ് ഈശോയെ കേസുമായിട്ട് കുടുംബക്കോടതിയിലും ഒത്തുതീർപ്പിടങ്ങളിലും ഹൈക്കോടതിയിലുമൊക്കെ നടക്കുന്നവർ. അതിനുവേണ്ടി കർത്താവ് പല വക്കീലുമാരുടെ ആട്ടുതുപ്പും മേടിച്ചും കേസിലും ജീവിതത്തിലും പരാജയപ്പെട്ട് കണ്ണീരൊലിപ്പിച്ചടക്കുന്ന ജന്മങ്ങളെ, അവരെ ജീവിതത്തിൽ അവരുടെ കാലത്തിൻ്റെ കല്ലറിൽ അടക്കപ്പെട്ടു പോയി അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി അവരേക്ക് ആവശ്യിക്കട്ടെ. മനസ്സിടിഞ്ഞു പോയവരെ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവരെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ മനസ്സുകൊണ്ട് ഇരുട്ടിലായിപ്പോയി മക്കൾ യേശുക്രിസ്തു നാമത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അന്ധനെ സുഖപ്പെടുത്തിയ കർത്താവേ, നോൻപ് കാലത്ത് വിശുദ്ധ ജീവിതം നയിക്കുകയും നോൻപ് കഴിഞ്ഞപ്പോൾ അന്ന് നടത്തിയ വിശുദ്ധ ജീവിതം മുഴുവനും പട്ടി നക്കിയ പിണ്ടം പോലെ വ്യർത്ഥമാക്കിക്കൊണ്ട് കുടിച്ച് കൂത്താടി നടന്ന് കുടുംബത്തെ നശിപ്പിക്കുന്ന അന്ധജന്മങ്ങളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ. അന്ധന് കാഴ്ച നൽകുവനെ, നിന്റെ തിരുമുറുവാന്ന് വലത് കർത്താവ് ഇതുപോലെയുള്ള അന്ധവിശ്വാസികളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കണ്ണുകൾ വിശുദ്ധിയിലേക്ക് തുറക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന ഈശോയെ, പല ജോലി അന്വേഷിച്ച് കിട്ടുന്നില്ല, മനസ്സിടിഞ്ഞ് അതുപോലെ തന്നെ കർത്താവെ സാമ്പത്തികമായ വരുമാനത്തിൻ്റെ സ്രോതസ്സുകളെല്ലാം അടഞ്ഞുപോയവർ, കടക്കാരെപ്പോഴും കർത്താവ് വരയം വെച്ചുകൊണ്ട് സമാധാനം അറ്റുപോയവരെ, സമാധാനം അടക്കം ചെയ്തു പോയ, സന്തോഷം അടക്കം ചെയ്തു പോയ ജീവിതങ്ങൾ കർത്താവിൻ്റെ നാമത്തിലെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പുതിയ ഉണർവിനായി കർത്താവെ അവരെ നീ വിധാനം ചെയ്യിക്കണമേ. പുതിയ ജീവിതം നൽകിക്കൊണ്ട് പരിശുദ്ധമ്മ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, വരുമാനമാർഗം മുട്ടിപ്പോയവരെ, തൊഴിലിടങ്ങൾ നശിച്ചു പോയവരെ, ജീവിക്കാൻ മാർഗമില്ലാത്തവരെ സങ്കടത്തോടെ അവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഈ ആഴ്ചയിൽ ഈശോയെ ആ മേഖലകളെല്ലാം നീ പ്രവർത്തിച്ചുകൊണ്ട് അവരെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോരോ മക്കളെ വിസ എക്സ്പയറായി പോയവർ, വിസ ലഭിക്കാത്തവർ, പരീക്ഷ എഴുതിക്കൊണ്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇനിയും എഴുതാനുള്ള പരീക്ഷകൾ, അപ്പോയിൻമെൻറ്റിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവർ, അവരെല്ലാം കർത്താവ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി
കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ പ്രത്യാശയുടെ പ്രകാശം ചൊരിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതം തിരുത്ഥാനം ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മുട്ടേദിക്കുക. മക്കളില്ലാത്തവരെ ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നിമിഷം അവർ അച്ഛൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വെളിച്ചമില്ലാത്തവരെ, വെള്ളം കിട്ടാത്തവരുണ്ട്. നൂറുകണക്കിനും മലയടിവാരങ്ങളിലേക്ക് താത്തിയിട്ടും വെള്ളം കിട്ടാതിരിക്കുന്നവർ, പറമ്പ് വിൽക്കാൻ പോകുന്നവർ, വിൽക്കാൻ പറ്റാത്തവർ, ജപ്തി നടപടി നേരിടുന്നവർ, ഓരോരോ പ്രയാസങ്ങൾ പെട്ടിരിക്കുന്നവർ മൗനമായി പ്രാർത്ഥിക്കട്ടെ. മാറാത്ത രോഗങ്ങൾ, തീരാത്ത വേദികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരിലേക്ക് തറയ്ക്കപ്പെടുകയും മനസ്സുകൊണ്ട് ഇടിഞ്ഞു പോയവർ, ഓട്ടിസം രോഗികൾ, മനോരോഗികൾ, ഡിപ്രഷൻ രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തിരുവുത്ഥാനത്തിൻ്റെ ദിവസങ്ങളിൽ അവർക്ക് പുതിയ പ്രകാശവും പ്രത്യാശയും ആവേശം പകർന്നുകൊണ്ട് അവർ ജീവിതത്തിലേക്ക് വരട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും